ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ രണ്ടാം ദിവസമായി ഇന്ന് വമ്പൻ ട്വിസ്റ്റുകളുടെ ദിവസം തന്നെയായിരുന്നു. അപ്രതീക്ഷിതമായി ഇന്ന് നോമിനേഷൻ പ്രക്രിയയും പൂർത്തിയാക്കപ്പെട്ടു. അതിൽ പവർ ടീമിന്റെ വിശേഷപ്പെട്ട അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഒരാളെ വിടുവാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ റോക്കിയെ പവർ ടീം ഡയറക്റ്റായി നോമിനേറ്റ് ചെയ്തു. തുടർന്ന് നാം സാധാരണ കണ്ടിട്ടുള്ള നോമിനേഷൻ പ്രക്രിയ തന്നെയായിരുന്നു. ആ നോമിനേഷൻ പൂർത്തിയായപ്പോൾ 8 പേർ നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഇതിൽ 6 വോട്ട് വീതം നേടിയവർ ജിൻഡോ, സുരേഷ്, രതീഷ് എന്നിവരാണ്. 5 വോട്ടുകളുമായി തൊട്ടു പിന്നാലെ നോറയും സിജോയും അൻസിബയും എത്തി. ഒടുവിൽ 3 വോട്ടുമായി ശരണ്യയും. സിജോ ഒരു ബ്രില്യൻ ഗെയിമർ തന്നെയാണ്. അത്രയും സ്ട്രോങ് ആയ ഒരു ഗെയിമർ ഞങ്ങൾക്ക് ഭീഷണിയാണ്, പുറത്തു പോകേണ്ടത് തന്നെയാണ് എന്ന് പല വ്യക്തികളും ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് നടന്ന ക്യാപ്റ്റൻസി ടാസ്ക് എന്ന ഒരു ഇൻഡിവിജ്വൽ ഗെയിമിനെ ഗ്രൂപ്പ് ഗെയിമാക്കി മാറ്റുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സിജോ തുടരുവാൻ പാടില്ല എന്ന് വാദിച്ചവരുമുണ്ട്. രതീഷ് സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്യുകയും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുമാണ്. നിരന്തരം വെറുതെ ബഹളമുണ്ടാക്കുകയും സ്ക്രീൻ സ്പേസ് പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ രതീഷ് മേനോൻ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല, അയാൾ ഇവിടെ തുടരേണ്ട ആളെ അല്ല എന്ന രീതിയിലാണ് പല വ്യക്തികളും സംസാരിച്ചത്. ജിൻഡോയെക്കുറിച്ചും അൻസിബയെക്കുറിച്ചുമുള്ള കംപ്ലൈന്റുകൾ ഇത് തന്നെയായിരുന്നു. ഇന്നാക്റ്റീവ് ആണ്, ഇവിടെ യാതൊരു കാര്യങ്ങളിലും ഒരു നിലപാടുമില്ല. ഇന്ന് തന്നെ എത്രയെത്ര സംഭവങ്ങളാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നടന്നത്. ഇതിനകത്തൊന്നും യാതൊരു അഭിപ്രായവുമില്ല, ഒരു നിലപാടുകളുമില്ല. അവർ അവരുടേതായിട്ടൊരിടത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകണം. എന്നാൽ വളരെ ഇന്നാക്റ്റീവായിരിക്കുന്ന സുരേഷും അൻസിബയും ജിൻഡോയും ഒക്കെ വന്നിട്ട് മറ്റു പലരും യാതൊരു നിലപാടുമുള്ളവരല്ലെന്നും ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലെന്നും പലരെക്കുറിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്തായാലും നോമിനേഷൻ പ്രക്രിയ വളരെ മനോഹരമായിരുന്നു. 8 പേർ അപകട മേഖലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആരൊക്കെ ഇതിനെ സർവൈവ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.